നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ ഒരു പുതിയ പോളിസി വന്നിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പോളിസിയെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. യൂട്യൂബർ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ വന്ന ഈ പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ യൂട്യൂബിന്റെ ഈ പുതിയ പോളിസിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാം, IPP പ്രോഗ്രാമിൽ നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെടാം, നിങ്ങളുടെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യപ്പെടാം, നിങ്ങളുടെ ചാനലിൽ തന്നെ പ്രശ്നത്തിനാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പുതിയ പോളിസിയെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. ഓൾറെഡി ഈ പോളിസി യൂട്യൂബ് റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. ഈ വീഡിയോയിൽ ഏറ്റവും കാര്യങ്ങൾ ഈ പോളിസിയുമായി ബന്ധപ്പെട്ടുള്ളത് പറയുന്നുണ്ട്. ഒരു സെക്കൻഡ് പോലും, ഒരു പോയിന്റ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിയാത്ത കാരണത്താൽ നിങ്ങൾ നാളെ നിങ്ങളുടെ വീഡിയോയിൽ സ്ട്രൈക്ക് വരാനോ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാനോ ഉള്ള സാധ്യതയുണ്ട്. പലരും യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഓഡിയോ ഉപയോഗിച്ച് എൻഹാൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഇനി മുമ്പുള്ള സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോകളിൽ എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എക്സാമ്പിൾ സഹിതം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ഈ വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. 1000 ലൈക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവരും ഈ ഒരു പോളിസിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. യൂട്യൂബിൽ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നവർക്കാണ് ഈ ഒരു പോളിസി ബാധകമാകാനായിട്ട് പോകുന്നത്. അതായത് ജനറേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്ന എല്ലാ ക്രിയേറ്റേഴ്സും ഈ പോളിസിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം ഇനി വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഒരു ലോങ് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് യൂട്യൂബിൽ ഇട്ടു. അപ്ലോഡ് ചെയ്തത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറേയധികം സെറ്റിംഗ്സുകൾ നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇപ്പം ഇൻക്ലൂഡ് പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ പുതിയ ഒരു ഓപ്ഷനിലൂടെ വരികയാണ് അൾട്ടേർഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. നമ്മളത് എനേബിൾ ചെയ്യണോ ഡിസേബിൾ ചെയ്യണോ എന്ന് നമ്മുടെ കണ്ടന്റിനനുസരിച്ച് വേണം അത് ഡിസൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ കറക്റ്റ് ആയിട്ടല്ല കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ സൈഡിൽ നിന്നുള്ള പണിഷ്മെന്റും നമ്മുടെ ചാനലിൽ ഉണ്ടാവും. ഏതൊക്കെ ടൈപ്പ് കണ്ടന്റിലാണ് ഈ അൾട്ടേർഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതെന്നും ചെയ്ത് കൊടുക്കേണ്ടാത്തതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും ആ വീഡിയോയ്ക്കുള്ളിൽ അൾട്ടേർഡ് ഓർ സിന്തറ്റിക് കണ്ടന്റ് എന്ന് പറഞ്ഞ ആ ഒരു ബാനർ നമുക്ക് കാണാൻ സാധിക്കും. സെയിം തന്നെ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അൾട്ടേർഡ് കണ്ടന്റ് അല്ലെ സിന്തറ്റിക് കണ്ടന്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇത് ആ വീഡിയോകൾ കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വീഡിയോ കാണുന്ന ആളിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു സംഭവം യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ടതെന്നും ഡിസേബിൾ ചെയ്യേണ്ടതെന്നും. അപ്പൊ ഏതൊക്കെ സാഹചര്യത്തിൽ അൾട്ടേർഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണമെന്നും ഡിസേബിൾ ചെയ്യണമെന്നുള്ളതിന്റെ ചില ഉദാഹരണങ്ങൾ പറയാം. അപ്പൊ ഈ ഉദാഹരണങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഇതേപോലെയുള്ള പല സാഹചര്യങ്ങളിലും ഈ പറയുന്ന പല സാഹചര്യങ്ങളിലും നമ്മുടെ വീഡിയോയിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ടതും ഡിസേബിൾ ചെയ്യേണ്ടതുമായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉപയോഗിച്ച് പല വീഡിയോകളിൽ ഫിൽറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് ഉപയോഗിച്ച് ചില ബ്യൂട്ടി ഫിൽറ്ററോ വല്ലോ ഈ വീഡിയോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസിൽ വീഡിയോയിൽ അൾട്ടേർഡ് കണ്ടന്റ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതേ വീഡിയോയിൽ ഞാൻ എൻ്റെ ഫേസിന് പകരം മറ്റാരെങ്കിലും ഫേസ് കട്ട് ചെയ്ത് ഉപയോഗിച്ച് ആക്കിയതിനു ശേഷമാണ് ആ വീഡിയോ പ്രസന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ഞാൻ ഈ സിന്തറ്റിക് കണ്ടന്റ് അല്ലെങ്കിൽ അൾട്ടേർഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ട് ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സിന്തറ്റിക് കണ്ടന്റ് അല്ലെങ്കിൽ അൾട്ടേർഡ് കണ്ടന്റ് എനേബിൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതേ സാഹചര്യത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു മൂവി സീനിൽ ഇതേപോലത്തെ മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പം ഏതെങ്കിലും ഒരു മൂവി ആയിക്കോട്ടെ, ആ മൂവിയിൽ ഇല്ലാത്ത ഒരു ആക്ടറിനെ നമ്മൾ അതിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അൾട്ടേർഡ് കണ്ടന്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തായിട്ട് ഉപയോഗിച്ച് ഓഡിയോ എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയുള്ള കേസിൽ അൾട്ടേർഡ് കണ്ടന്റ് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? ഉപയോഗിച്ച് ഓഡിയോ എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അൾട്ടേർഡ് കണ്ടന്റ് കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ഉപയോഗിച്ച് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അഡ്വൈസുകൾ കൊടുക്കുന്ന വീഡിയോകൾ നമ്മൾ ഓഡിയോ എൻഹാൻസ് ചെയ്ത് മറ്റേതെങ്കിലും വോയിസിലേക്കൊക്കെ മാറ്റിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ അൾട്ടേർഡ് കണ്ടന്റ് എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഓഡിയോ എൻഹാൻസിങ് ചെയ്തുകൊണ്ട് എനിക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മാറ്റിയെടുക്കാം. പക്ഷേ ഈ ഒരു വീഡിയോ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുന്ന വീഡിയോ ആണെങ്കിൽ ഈ വോയിസ് വേറെ ഏതെങ്കിലും ലാംഗ്വേജസിലേക്ക് മാറ്റിയിട്ട് ഞാൻ അതിനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അൾട്ടേർഡ് കണ്ടന്റ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അടുത്തായിട്ട് ഇപ്പൊ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ആനിമേഷനിൽ ഒരു മിസൈൽ പോകുന്നത് കാണിച്ചു. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ആ വീഡിയോയിൽ അൾട്ടേർഡ് കണ്ടന്റ് കൊടുക്കേണ്ട കാര്യമില്ല. ഇതേ മിസൈൽ പോകുന്നത് നമ്മളൊരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഫൂട്ടേജ് എടുത്തിട്ട് അതിലൂടെ ഒരു മിസൈൽ ഇങ്ങനെ പാഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിൽ നമുക്ക് അൾട്ടേർഡ് കണ്ടന്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനത്തിനുള്ളിൽ നമ്മളൊരു മിസൈൽ പോകുന്നത് കാണിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ റിയൽ ആയിട്ടുള്ള ഒരു പ്ലേസിലൂടെ ഒരു മിസൈൽ പോകുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അൾട്ടേർഡ് കണ്ടന്റ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക ഏതൊക്കെ സാഹചര്യത്തിൽ ഈ അൾട്ടേർഡ് കണ്ടന്റ് കൊടുക്കണം, ഏതൊക്കെ സാഹചര്യത്തിൽ കൊടുക്കണം
കൊടുക്കേണ്ട എന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ തിങ്ക് ചെയ്ത് നിങ്ങളുടെ വീഡിയോയിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഷോർട്സിൽ ഇതെങ്ങനെയാണ് ബാധകമാകുന്നതെന്ന് പറയാം. ഷോർട്സിൽ 2 AI ടൂളുകൾ ഓൾറെഡി നൽകിയിട്ടുണ്ട്, ഡ്രീം ട്രാക്കും ഡ്രീം സ്ക്രീനും. ഇത് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ ഈ ഡ്രീം സ്ക്രീനോ ഡ്രീം ട്രാക്കോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് എനേബിൾ ആവും. അപ്പൊ അവിടെ നമ്മൾ മാനുവലി എനേബിൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനിയും ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ട വീഡിയോയിൽ നമ്മൾ അത് ചെയ്തില്ല, അങ്ങനെ എനേബിൾ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പെനാൽറ്റി? ആദ്യത്തെ കേസിൽ, അതായത് ഇപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്തു, അപ്പൊ നമ്മൾ ഇത് എനേബിൾ ചെയ്തില്ല, എനേബിൾ ചെയ്യേണ്ട വീഡിയോയിൽ എനേബിൾ ചെയ്തില്ല, അൾട്ടേർഡ് കണ്ടന്റ് കൊടുത്തില്ല, അങ്ങനെയുള്ള കേസിൽ ചിലപ്പം 1-2 പ്രാവശ്യം യൂട്യൂബ് അത് വാർണിംഗ് വല്ലതും തന്നിട്ട് നമുക്ക് പെനാൽറ്റി ഒന്നും തരും. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെടാം. അതിനോടൊപ്പം തന്നെ മൂന്നാമതായിട്ട് നമ്മുടെ YPP പ്രോഗ്രാമിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെടാം, അതായത് മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്യും. അപ്പൊ ഈ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ നോർമൽ വീഡിയോയിൽ നിങ്ങൾ ഏതെങ്കിലും AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ അൾട്ടേർഡ് കണ്ടന്റ് എനേബിൾ ചെയ്യണോ ചെയ്യണ്ട എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മോണിറ്റൈസേഷൻ വരെ നമ്മുടെ ചാനലിന്റെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പോളിസിയാണ് ഇപ്പം യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാത്തവർ മറക്കാവുന്ന ലൈക്ക് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.